ഹായ് ഗൈസ്. അപ്പോൾ ഞാനിതാ കുളിച്ച് റെഡിയായിട്ടുണ്ട്. വീട്ടിൽ റെഡിയാക്കില്ല, റെഡിയാവാൻ പോകുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നാളെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യുക. നാളെ കാരണം എല്ലാവർക്കും ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യുക. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ. ഇത് കുറച്ച് വലിയ ഷോളാണ്. എനിക്ക് ഇത്രയ്ക്കൊന്നും വേണ്ട. പിന്നെ നമ്മളിതാ പൂജയ്ക്ക് ആക്കാൻ വേണ്ടി തേങ്ങ കൊണ്ടുവന്ന് പൂജയ്ക്കുള്ള സാധനം നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ ഞാനും അനിയനും കൂടിയിട്ടാണ് പോകുന്നത്. അവനെ കാരണമാണ് ഇത്രയും നേരം ഡിലേ ആയത്. ഇനി വന്നിട്ടില്ല. എന്നെക്കാളും ഒരുങ്ങാനുള്ളത് അവനാണ് ഗൈസ്. നിങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ്. നമ്മൾ ഇപ്പോൾ കടയിലേക്കാണ് പോകുന്നത്. സാധനം വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കടയിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ നാളെ അച്ഛൻ്റെ ബർത്ത്ഡേ നമ്മൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പോൾ അത് അതിലൊക്കെ 2 ദിവസമായി, പക്ഷെ അവിടെ ഉണ്ടല്ലോ വളരെ വളരെ മോശപ്പെട്ട തലമുറയാണ് ഗൈസ്. ഈ കുട്ടീനെ ഞങ്ങള് കടയിൽ വെച്ച് കണ്ടാണ് കേട്ടോ. അപ്പൊ ഉണ്ട് ആ കുട്ടിക്ക് നടക്കാൻ വയ്യാത്രേ. ഇവ ലിഫ്റ്റ് കൊടുക്കാന്ന്. അത് കൂടെയാണ് എന്റെ വീട്ടിൽ പോണത്. അതായത് നമ്മൾ അമ്പലത്തിൻ്റെ പിന്നെ വഴിപാട് പിന്നെ മെയിൻ ആണല്ലോ. നമ്മൾ അർച്ചനയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇതാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതായത് May 25 ഇന്നലെയാണ് അച്ഛൻ്റെ ബർത്ത്ഡേ. പിന്നെ അത് നമ്മളതാ അവിടെ ഞാൻ എന്നെയും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നമ്മൾ തൊഴുതിറങ്ങി നേരെ വീട്ടിലേക്ക് നടന്നു. പാത്ത വണ്ടിയിലാണ് ഫുഡ് കഴിക്കാൻ പോവാം. ഇതാണ് എൻ്റെ സുന്ദരി. അച്ഛമ്മ നീ എന്താ പറയണത്, ആരോടാ പറയുന്നതെന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞാൽ ഇത് ആരോടും പറയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നീ എവിടെ ഇടാനാന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. നീ എന്നെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അവരൊക്കെ കാണുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് അച്ഛമ്മ എന്നോട് പറയുന്നത്. പിന്നെ എൻ്റെ അനിയ ഈ പാട്ട് നിർത്തിയില്ല. ഇത് വൈകുന്നേരം വരെയാണ് നിങ്ങൾ അവത് വെച്ചുകൊണ്ട് ഈ ലൈറ്റിങ് കത്തിച്ചുകൊണ്ടിരിക്കണ്ട. എന്താണെന്നറിയില്ല, അവ അങ്ങനെ ആയിപ്പോയി. പിന്നെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് പേര് അച്ഛനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് ചേട്ടൻ്റെ എടുത്തമ്മയും ഏട്ടനും കുട്ടിയൊക്കെ ആയിരുന്നു. പിന്നെ അപ്പത്തേനും നമ്മുടെ ആളെത്തിയിട്ടുണ്ട്. അമ്പാടി എന്റെ അമ്പാടിനെ വിഷ്ണോട്ടെ ഇവിടെ പേടിപ്പിച്ചിരിക്കുക. ലംബു വീട്ടിൽ പോവാന്നായി കുട്ടി. കുട്ടിനെ പേടിപ്പിച്ചിട്ട് കുറുവാ സംഘം. അപ്പൊ തന്നെ നമ്മള് കോയമ്പത്തൂരിൽ നിന്ന് മേമിയും മേട്ടറും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ മേമ അവിടെ അമ്മമ്മയുടെ അവിടെ പോയത് കൊണ്ട് മാങ്ങ കൊണ്ടുവന്നിട്ട് അപ്പൊ അതാണ് പേട്ട എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, ഈ ചെറിയ പിള്ളേരെ കരയിപ്പിക്കലാണ് വിഷ്ണുവിന്റെ മെയിൻ പണി. അല്ലാതെ വലിയ പിള്ളേരുടെ കരയിപ്പിക്കില്ല. അത് കഴിയുമ്പോ തന്നെ ഏട്ടനും ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരാണ് കേക്ക് കൊണ്ടുവരുന്നത്. അച്ഛനാണെങ്കിൽ ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ചേച്ചി ബാഗൊക്കെ കൊണ്ട് ഏട്ടണം കേക്കും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്ഛനാകെ ഷോക്കാവും ഇതൊക്കെ കാണുമ്പോ. എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കാണ്. ചിരിയാണ് ഇവിടെ മെയിൻ. ഇത് ഞാവൽപ്പഴാണ് കേട്ടോ. എന്റെ കുട്ടി എന്തായാലും നന്നായി പേടിച്ചിട്ടുണ്ട് കേട്ടോ. വിഷ്ണുട്ട് അത്രയ്ക്കും പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും ഞാവൽപ്പഴം കഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയത് കേട്ടോ. പിന്നെ അമ്മായിയുടെ മോള് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ട് സംസാരിക്കാം. അപ്പോഴാണ് നമ്മൾ കേക്ക് കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ ഫുള്ള് ഷോക്കായിരിക്കും. എന്താണിത്, എന്തിനാണ് അങ്ങനെയൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ ആളെങ്കിട്ട് ഇതായിട്ടാ. പിന്നെ അങ്ങനെ എനിക്ക് ഇങ്ങനത്തെ ഇതെന്നെ ബർത്ത്ഡേ നാളെ ഇല്ലേ ബർത്ത്ഡേ, അതായത് ഇന്നലെ കേട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ട. അപ്പോൾ അച്ഛൻ ശരിക്കും ഇപ്പോഴാണ് ബാക്ക് ടു ലൈഫിലേക്ക് വരുന്നത്. കാരണം ഇത്രയും ദിവസത്തെ ഹോസ്പിറ്റൽ വാസം എന്താ പറയാ, അത്രയും ബാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഏട്ടനും അമ്മായും അനിയനൊക്കെ ഉണ്ട്. പിന്നെ ഇത് കേക്ക് നമ്മുടെ. പിന്നെ അച്ഛൻ മൊത്തത്തിൽ വേണ്ട, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്, ആളങ്ങോട്ട് ഡള്ളായിട്ട് മിണ്ടാതിരിക്കും മകനെ എന്നൊക്കെ പറയുന്നത്. ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വാ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും അച്ഛൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അടുത്ത് നിൽക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ 5 പേരും കൂടിയിട്ടാണ് അവിടെ നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഞാൻ ചേച്ചിയും കൂടി കേക്ക് കത്തിയിലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കും. പിന്നെ അതാ കേക്ക് കട്ട് ചെയ്ത് എന്തൊക്കെയോ പറയാം, നമ്മൾ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തിനൊക്കെയോ ചിരിക്കുന്നുണ്ട് കണ്ട്, എല്ലാവരും ചിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ മേമിയും മേട്ടറും കൊണ്ട് പോകണം. അവർ കോയമ്പത്തൂർ മഴ വരുന്നുണ്ട് പറഞ്ഞാൽ അവർ പെട്ടെന്ന് പോവാണ് കേട്ടോ. പിന്നെ ഇതാ അമ്മ എന്തൊക്കെയോ ആക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. വരാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓക്കെ ബൈ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും ബൈ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അമ്മായി ഏട്ടനും കൂടെ പോകണം കേട്ടോ. ബൈ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആളെന്തായാലും
ഞാനല്ലാതെ പിന്നെ ആര്? ഓക്കെ. അത് കഴിയുമ്പോഴത്തേനും അമ്മായി ഇങ്ങനെ ഒന്ന് രണ്ടെന്ന് പറയണത് ഞാൻ വ്യാഴാഴ്ച വന്നു, ബുധനാഴ്ച വന്നു, തിങ്കളാഴ്ച വന്നു എന്ന് പറഞ്ഞിട്ട് ഓരോരോ ദിവസങ്ങൾ വന്നിട്ട് പറയാണ് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഗൈസ് കുറേ സ്നാക്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കഴിക്കാം. അത് കഴിഞ്ഞ് എന്താ കുറിയൊക്കെ ഇട്ട് പട്ടയൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സന്ധ്യ സമയമായപ്പോ. പിന്നെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ TV ഒക്കെ കണ്ടിരുന്നായിരുന്നു. പിന്നെ അതെന്റെ നല്ല അല്പം മധുരം പകരും. പിന്നെ നമ്മളെ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ താങ്ക് യു.